സാൾട്ട് സൊല്യൂഷൻ അല്ലേ? നോക്കി നോക്കി പഠിച്ചോണേ. സാൾട്ട് സൊല്യൂഷൻ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എക്സസ് ഡിസോൾവ് ആയി പോകേണ്ടത് സാൾട്ട് സൊല്യൂഷൻ പ്ലസ് പറ അടുത്ത് എന്താ? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്ത് ചെയ്യും ആയിരിക്കുന്നു? അസറ്റിക് ആസിഡ് രണ്ടുപേരും ഇപ്പം നിങ്ങളത് നോക്കിയിരിക്കേണ്ടതോ? സാൾട്ട് സൊല്യൂഷൻ പ്ലസ് നോക്കിയോ അസറ്റിക് ആസിഡ്. ഇനി ലെഡ് അസറ്റിക് സൊല്യൂഷൻ. ലെഡ് അസറ്റേറ്റ് വരും. അതിനകത്ത് ഏതാ ലെഡ് അസറ്റേറ്റ്? നമ്മൾ കലക്കി വെച്ച ലെഡ് അസറ്റേറ്റ്. ഇത് ഒഴിക്കുന്നത് ഇത്ര അളവിൽ ഒഴിക്കുക കേട്ടോ. അതായത് ഉണ്ടോ ഇത്രയും വന്നു. ഇനി അതിനകത്ത് എന്ത് ഒഴിക്കണം? അമോണിയം അസറ്റേറ്റിന്റെ എക്സസ് എമൗണ്ട് സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഓൾറെഡി സൊല്യൂഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചുമ്മാ ഒഴിച്ച് നോക്കാം. അതിനകത്ത് എക്സസ് എമൗണ്ട് നമുക്ക് ഒഴിച്ച് നോക്കാം. ഡിസോൾവ് ആവുമോ? ഓക്കെ, ഡിസോൾവ് ആവുന്നുണ്ട്. നോക്കുക കംപ്ലീറ്റ് സാധനം ഡിസോൾവ് ആയി പോകും. നോക്കുക അതിന് മേൽവശം നോക്കിയാൽ കണ്ടോ പോകുന്ന നമ്മൾ എന്ത് ചെയ്യുക? എക്സസ് മാക്സിമം ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്നതിനനുസരിച്ച് മേളിൽ നല്ലത് വെള്ള കളർ പോലെ പോകുന്നുണ്ടോ? ഇങ്ങനെ പോകണം നമുക്ക് വീട്. അപ്പം ഇങ്ങനെ പോയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? സൾഫേറ്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സൾഫേറ്റ്, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സൾഫേറ്റിൻ്റെ അളവ് കുറയ്ക്കണം. അത് ഒരുപാട് സാൾട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഡിസോൾവെൻ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഡിസോൾവ് ആയി പോകില്ല. മനസ്സിലായി? സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും നമ്മൾ ആ ഡിസോൾവ് ചെയ്യാനുള്ള ആൾക്കാർ അതായത് ഡിസോൾവ് ആവുന്നുണ്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം എടുത്താണ് എക്സ്പെരിമെൻ്റ് കൊണ്ട് കാണിക്കേണ്ടതെങ്കിൽ നമുക്കിത് ചെയ്യാം. പക്ഷെ അന്നേരം തന്നെ കാണിക്കണ്ടേ? എന്താ ചെയ്യുക? സാൾട്ട് സൊല്യൂഷൻ ശകലം എടുക്കാവുള്ളൂ. ഇച്ചിരി സാൾട്ട് എടുത്ത് ആ സാൾട്ടിനകത്തോട്ട് എന്ത് ചെയ്യണം? ആരെ വെച്ചാണോ നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത് അയാളുടെ അളവ് കൂടുതൽ ഒഴിക്കും. ആരെ വെച്ചാൽ ഡിസോൾവ് ചെയ്യും? അമോണിയം അസറ്റേറ്റിൻ്റെ ഡിസോൾവ് ചെയ്യും. സോ അമോണിയം അസറ്റേറ്റിനെ കൂടുതൽ ഒഴിച്ച് ഡിസോൾവ് ആക്കണമെന്നുണ്ടെങ്കിൽ സാൾട്ടിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പം സാൾട്ട് സൊല്യൂഷൻ പ്ലസ് അസറ്റിക് ആസിഡ്. സാൾട്ട് സൊല്യൂഷൻ പ്ലസ് അസറ്റിക് ആസിഡ് അതിലൂടെ എന്താണ് റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു വെള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് പോലെ സാധനം വരുന്നത്. അത് ഏകദേശം ടെസ്റ്റ് ചെയ്യുന്നത് ഇത്രയേ വരാവുള്ളൂ. മനസ്സിലായി? അപ്പം അത്രയും സംഗതിയെ ഈ എക്സസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഡിസോൾവ്. നമുക്ക് ഇത്രയും സാധനം ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കിട്ടിയ സംഗതി ഏതാ? സൾഫേറ്റ് ആണ്. ഇല്ലെങ്കിൽ ഇത് ഡിസോൾവ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 7 സാൾട്ടും അല്ല, അതായത് ആദ്യം വന്ന കാർബണേറ്റ് അല്ല, അസറ്റേറ്റ് അല്ല, ക്ലോറൈഡ് അല്ല, നൈട്രേറ്റ് അല്ല, സൾഫേറ്റ്. പിന്നെ റിസൾട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട മേളിലുള്ള 5 എണ്ണോ അല്ല 4 എണ്ണോ നമുക്ക് കിട്ടുന്നില്ല എന്ന് നമുക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് സാൾട്ടാണ്. ഈ ഇരിക്കുന്ന സൾഫേറ്റാണ്. സൾഫേറ്റിൻ്റെയും ഇതുപോലെ വരില്ല. ഏതാ നിങ്ങൾക്ക് കിട്ടില്ല എന്നൊരവസ്ഥ വരത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട പണി നമ്മുടെ അന്നേരത്തെ ഒരു ലോജിക്കാണ്. സാൾട്ട് കൂടുതൽ ഇട്ട് നമ്മൾ ഡിസോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കത് പറ്റാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ലോജിക്കലി ചിന്തിച്ചോണം സാൾട്ട് എന്ത് ചെയ്യുക? കുറയ്ക്കുക. സാൾട്ട് കുറച്ചിട്ട് ബാക്കി ഐറ്റംസ് എന്ത് ചെയ്യണം? സാൾട്ടിൻ്റെ ആ ഒരു പ്രസൻസ് കിട്ടിയാൽ മതി. കുഞ്ഞ് സാൾട്ട് ഇട്ടിട്ട് അസറ്റിക് ആസിഡും ഒരല്പം ഒഴിക്കുക അതേ അളവിൽ. അതുപോലെ ബാക്കി ഡിസോൾവ് ചെയ്യിക്കേണ്ട അമോണിയം അസറ്റേറ്റിന് എന്ത് ചെയ്യണം? എക്സസ് കയറ്റി ഒഴിച്ചു കൊടുക്കും. അത് സ്കൂളിൽ ചെയ്യുമ്പം ആ വലിയ ടെസ്റ്റ് ട്യൂബിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കിട്ടും. കാരണം മേളിലോട്ട് ഹൈറ്റ് പോകുന്നതിനേക്കാൾ നല്ലത് ആ ഡയമീറ്റർ ഇട്ട് കിട്ടിക്കോളും. മനസ്സിലായോ? ഇതാണ് സൾഫേറ്റിൽ. അപ്പോൾ നമുക്ക് ഇതുണ്ട് ഡിസോൾവ് ആയി മേളിൽ വെച്ച് അത്രയും ഡിസോൾവ് ആയിപ്പോയി. നമുക്കിതിനെ ബാക്കി ഡിസോൾവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ഡിസോൾവ് ആവുന്നത് കണ്ടോ. അപ്പം ഷേക്ക് വിരലിങ്ങനെ അമർത്തി വെച്ചിട്ട് ഷേക്ക് ചെയ്യരുത്. അകത്ത് ആസിഡും സാധനങ്ങളൊക്കെ ഇരിക്കും. അപ്പം ഈ ഒരു ഇതിൽ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ആണ് നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഡിസോൾവ് ആയിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളതിനെ ഡിസോൾവ് ആക്കാൻ ഇയാളെ കൊണ്ട് പറ്റത്തില്ല ഇനി. അപ്പോൾ വീണ്ടും നമ്മൾ കലക്കി ഒഴിക്കേണ്ടതായിട്ട് വരും. പിടി കിട്ടിയാൽ അപ്പോൾ ഒന്നുകൂടെ ചെയ്ത് നോക്കാമല്ലോ ഇനി. അതുകൊണ്ട് കഴുകിയിട്ട്